നമസ്കാരം. ഈ വരുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി ജമ്മു കാശ്മീരിലേക്കും അതുപോലെ തന്നെ ഹരിയാനയിലേക്കുമുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. ഒരുപക്ഷെ ലോക്സഭയിൽ കോൺഗ്രസ് നടത്തിയ മുന്നേറ്റവും ബി.ജെ.പിക്ക് ലഭിച്ച തിരിച്ചടിയും കോൺഗ്രസിന് ചെറുതല്ലാത്ത ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കഴിഞ്ഞ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഹരിയാന തിരിച്ചുപിടിക്കാനാകും എന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് പാർട്ടി നിലയുറപ്പിച്ചിരിക്കുന്നത്. 2014 മുതൽ ബി.ജെ.പി ഹരിയാനയിൽ അതിൻ്റെ ആധിപത്യം തുടരുകയാണ് എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻപ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റും തൂത്തുവാരിയ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. അതിര് കടന്ന ആത്മവിശ്വാസവും ജെ.ജെ.പി പോലുള്ള പാർട്ടികളെ പിണക്കി മത്സരിച്ചതും അതുപോലെ തന്നെ കർഷക രോഷവും ഗുസ്തി താരങ്ങളുടെ വിലക്കിനെ തുടർന്നുണ്ടായിക്കഴിഞ്ഞുള്ള പ്രതിസന്ധികളും സമരങ്ങളും തൊഴിലില്ലായ്മയും അക്രമവും ഒക്കെ വിഷയമായ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 5 സീറ്റും ബി.ജെ.പി 5 സീറ്റും പിടിച്ച് ഏതാണ്ട് ഒപ്പത്തിനൊപ്പം ലോക്സഭയിലെത്തിയ ഒരു ചരിത്രമാണ് നമ്മൾ കണ്ടത്. എന്നാൽ നിയമസഭയിലേക്ക് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന വോട്ടിംഗ് ശതമാനവും അതുപോലെ തന്നെ വിജയവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ മൊത്തം 90 സീറ്റുകളുള്ള ഹരിയാന നിയമസഭയിൽ ഏതാണ്ട് 46 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ആണ് മുന്നിട്ടെത്തിയത് എന്നുള്ളത് കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2014 ശേഷം കോൺഗ്രസിന് അധികാരത്തിലെത്താനാവുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ചില പ്രശ്നങ്ങൾ കോൺഗ്രസിനിടയിലും ഇന്ത്യ മുന്നണിയിലും നിലനിൽക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. കാരണം ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ ബി.ജെ.പിയുടെ സഖ്യമോ അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ സഖ്യമോ ഈ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് വാസ്തവം. നേരത്തെ ബി.ജെ.പി മത്സരിച്ചിരുന്ന ജെ.ജെ.പി എന്ന് പറയുന്ന പാർട്ടി അവർ 2019 ഒരുമിച്ചായിരുന്നു, 2024 വേറിട്ട് മത്സരിച്ചു. അതിന്റെ ഫലമായി ബി.ജെ.പിക്ക് അതിന്റെ ഒരു ദോഷം ഉണ്ടാവുകയും ചെയ്തതാണ്. എന്നാൽ ചൗട്ടാലയുടെ പാർട്ടികളെ പിന്തള്ളുന്നതിന് ഇവർക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ ബി.ജെ.പിക്കും കോൺഗ്രസിനും കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ അവർക്ക് ആശ്വസിക്കാം. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകളിൽ വിജയിക്കാനായ, നേരത്തെ 2019 സീറ്റിൽ 1 സീറ്റ് പോലും കോൺഗ്രസ് പാർട്ടിക്ക് വിജയിക്കാനായില്ല. 10 സീറ്റും തൂത്തുവാരിക്കൊണ്ടാണ് ബി.ജെ.പി ഹരിയാനയിൽ 2019 ലോക്സഭയിൽ വിജയമുറപ്പിച്ചത്. എന്നാൽ 2024 ആകുമ്പോഴേക്കാകട്ടെ കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസ് നൽകിയത്. മോദിയെ മുൻനിർത്തിയുള്ള പ്രചരണത്തിൽ പോലും 90 നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാൻ കഴിയും 46 സീറ്റുകൾ നേടി കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും വ്യത്യസ്തമാണെന്നും ജനങ്ങളുടെ വോട്ടിംഗ് ചിന്താഗതി വ്യത്യാസമാണെന്നും നമുക്കറിയാം. എന്നാൽ ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ നിൽക്കുന്നത് സമാനമായ പ്രശ്നങ്ങളാണ്. ബി.ജെ.പിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു പ്രതലമാണ് ഹരിയാനയിലേത് എന്ന് നമുക്കറിയാം. നേരത്തെ ബി.ജെ.പിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടിയ പശ്ചാത്തലത്തിൽ 2014 മുൻപ് ഒരുപക്ഷെ നേരത്തെ പഞ്ചാബിൽ നിന്ന് 1965-66 കാലഘട്ടത്തിൽ ഹരിയാന പ്രത്യേക സംസ്ഥാനമായി രൂപീകൃതമായതിനു ശേഷം ഏതാണ്ട് 3 പതിറ്റാണ്ടോളം അവിടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നാം വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് വളരെ അടിത്തറയും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് വിപുലമായ ബന്ധങ്ങളുമുള്ള ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം 2014 ശേഷം ബി.ജെ.പി ഉണ്ടാക്കിയ വളർച്ച എന്ന് പറയുന്നത് കോൺഗ്രസിന് ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. ആ തിരിച്ചടിയിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരിശോധിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിലല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം. അപ്പൊ മറ്റു പല സംസ്ഥാനങ്ങളിലും അവർ ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിലായിരുന്നില്ല എന്ന് മാത്രമല്ല പലപ്പോഴും അവരുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം.
അതുകൊണ്ട് തന്നെ പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ഈ ഒപ്പത്തിനൊപ്പമുള്ള മത്സരം, ബി ജെ പിയും കോൺഗ്രസും ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്ന ഹരിയാന നിയമസഭയിൽ ഒരുപക്ഷെ തൂക്കുമന്ത്രിസഭ വരുവാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. 2019 നിയമസഭാ സീറ്റുകൾ എടുത്ത് പരിശോധിച്ചാൽ ബി ജെ പിക്ക് ഏതാണ്ട് 40 സീറ്റുകൾ, 90-ൽ 40 സീറ്റുകളാണ് ഉറപ്പാക്കാൻ കഴിഞ്ഞത്. കോൺഗ്രസിന് അവരുടെ സ്വതന്ത്രന്മാരുൾപ്പെടെ ഏതാണ്ട് 31 സീറ്റുകളിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു. അതിൽ ഏതാണ്ട് 29 സീറ്റുകൾ ഇപ്പോൾ ഉണ്ട്. JJPക്ക്, ജനനായക് ജനതാ പാർട്ടിക്ക് ഏതാണ്ട് 10 സീറ്റുകളുണ്ട്. അതുപോലെ തന്നെ സ്വതന്ത്രന്മാർ 7 പേർ വിജയിച്ച് കയറിയിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. ആ MLA മാർ അങ്ങോട്ടും ഇങ്ങോട്ടും BJPക്ക് ചാടുന്നതും BJPയിൽ നിന്ന് മറുകണ്ഠം ചാടുന്നതും ഒക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നമ്മൾ കണ്ടതാണ്. അത് മാത്രമല്ല, അവിടെ INLDയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, HLPയുടെ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു. ഇങ്ങനെ 90 സീറ്റുകളിൽ ഏതാണ്ട് ഭൂരിഭാഗം സീറ്റുകളിലും BJP വിജയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ അവരുടെ സഖ്യം കൂടി ചേർന്നുകൊണ്ടാണ് അധികാരത്തിൽ വന്നത്. തുടക്കത്തിൽ അവർ JJPയുമായുള്ള ഒരു സഖ്യത്തോടൊപ്പം ചേർന്നാണ് അവർ അധികാരത്തിൽ വന്നത്. ഖട്ടറിനെയായിരുന്നു മുഖ്യമന്ത്രിയാക്കിയത്. എന്നാൽ പിന്നീട് നമ്മൾ കണ്ടതാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഖട്ടറിനെ മാറ്റിക്കൊണ്ട് സൈനിയുടെ മുഖം സൈനിയെ അവതരിപ്പിക്കുകയും അതുവഴി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുവാനുമാണ് BJP പരമാവധി പരിശ്രമിച്ചത്. എന്നാൽ ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയൊരു കാലഘട്ടമായിരുന്നു. ധാരാളം പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത ഒരിടമായിരുന്നു. കർഷക സമരങ്ങൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു സ്ഥലമായിരുന്നു ഹരിയാന. അതുപോലെ തന്നെ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സമരങ്ങളും അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുകയും ബാധിക്കുകയും ഒക്കെ ചെയ്ത ഒരു സ്ഥലമാണ് ഹരിയാന. അതുപോലെ തന്നെ കുട്ടികളും സ്ത്രീകൾക്കൊക്കെ എതിരെയുള്ള അക്രമങ്ങളും അവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളും പലപ്പോഴും ജാട്ട് വംശജരുടെ ഇടയിൽ BJPക്ക് ഉണ്ടാക്കിയ അസ്വീകാര്യതയും ഒക്കെ വളരെ വലിയ ചർച്ചകൾ നടന്ന ഒരു സ്ഥലമാണ് ഹരിയാന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വോട്ടുകൾ നേടുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ വലിയ വെല്ലുവിളിയായിരുന്നു. BJP ഒരു അല്പം അതിർകടന്ന ആത്മവിശ്വാസവും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഹരിയാനയിൽ കാണിച്ചു എന്നുള്ളതാണ്. കാരണം അവർ വിജയിക്കാനായ, അതായത് കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ കണ്ടിട്ടുള്ള മിക്ക സീറ്റുകളിലും അവർ വിജയം കൊയ്തത് ഏതാണ്ട് 50%-ലേറെ വോട്ടുകൾ നേടിക്കൊണ്ടാണ്. അത് മാത്രമല്ല, വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് അവർ പല സീറ്റുകളിലും വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ JJPയെ ഒഴിവാക്കിയാലും തങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് മത്സരിക്കുന്നത്. പക്ഷേ അതവർക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്തില്ല എന്ന് മാത്രമല്ല, തിരിച്ചടി സമ്മാനിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ആകമാനം പല സ്ഥലങ്ങളിലും BJPക്ക് നേരിയ തിരിച്ചടി നേരിട്ടു. അവർ അധികാരത്തിൽ ഇരിക്കുന്നു എന്ന കാര്യം നാം മറക്കുന്നില്ല. എങ്കിലും BJPക്ക് ഉണ്ടായ ചില തിരിച്ചടികൾ, ഹിന്ദി ഹൃദയ മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ചില തിരിച്ചടികൾ സ്വാഭാവികമായും ഹരിയാനയിലും അതിന്റെ പ്രതിഫലനം ദൃശ്യമായിരുന്നു എന്നുള്ളതാണ്. 5 സീറ്റുകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് നഷ്ടമായത്. മാത്രമല്ല, വോട്ടിംഗ് ശതമാനത്തിലും കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിന് നേരത്തെ ഉണ്ടായിരുന്ന വോട്ടിംഗ് ശതമാനം ഏതാണ്ട് 28.51%. അതിൽ നിന്ന് 43.67% അവരുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ടിംഗ് ശതമാനം 58.21%. അതിൽ നിന്ന് ഏതാണ്ട് 46.11% അത് മാറി എന്നുള്ളതാണ്. അപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം വോട്ടിംഗ് ശതമാനം കുറയുകയും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുകയും ഒക്കെ ചെയ്തത് അവർക്ക് വളരെ വലിയ ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ 90 നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചാൽ മിക്ക സ്ഥലങ്ങളിലും കോൺഗ്രസ് വിജയിക്കാനാകുമെന്നും അതുപോലെ തന്നെ തങ്ങൾക്കൊരു മേധാവിത്വം ഉണ്ടാക്കാൻ കഴിയും എന്നും തന്നെയാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പൊതുവെ നമ്മൾ നോക്കിയാൽ BJPയുടെ പ്രകടനം വളരെ ദയനീയമാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് പിന്നീട് അങ്ങോട്ട്. അതായത് ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ മാത്രമല്ല, രാഹുൽ ഗാന്ധി വളരെ മിന്നുന്ന പ്രകടനങ്ങൾ ഇപ്പോൾ ലോക്സഭയിൽ കാഴ്ചവെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊരു വളരെ നിർണായകമാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഇവിടെ ഏതെങ്കിലും കാരണവശാൽ BJP പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടി വരും. നേതൃത്വത്തെയൊക്കെ പലപ്പോഴും മാറ്റി മാറ്റി പരീക്ഷിച്ച് മുഖം മിനുക്കലുകൾ നടത്തിയിട്ടും BJPക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ ഒരുപക്ഷെ അവർ വളരെ വലിയ പരിശോധനകൾക്ക് വിധേയമാകേണ്ടി വരും എന്നുള്ള കാര്യം മറന്നുകൂടാ. എന്തായാലും ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാണ്.
അതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നമാണ്. സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എന്നുള്ളത് വിഷയമാണ്. ഇപ്പോഴും നമുക്കറിയാം, അവിടെ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോഴും കോൺഗ്രസ് വളരെ വലിയ ശക്തിയായി പ്രതിപക്ഷമായി അവിടെ വെല്ലുവിളികൾ ഉയർത്തുന്നു BJPക്ക് എന്നുള്ളത് തന്നെയാണ്. രാഹുൽ ഗാന്ധി ലോകസഭയുടെ ആദ്യ സമ്മേളനങ്ങൾ നടത്തിയ മിന്നുന്ന പ്രകടനങ്ങൾ, രാഹുൽ ഗാന്ധിയുടെ ഒരു വളരെ ഇരുത്തം വന്ന ഒരു നേതാവായുള്ള രാഹുൽ ഗാന്ധിയുടെ പരിണാമം, അതുപോലെ തന്നെ നരേന്ദ്രമോദിക്ക് കണക്കിന് മറുപടി കൊടുത്തുകൊണ്ട് പലപ്പോഴും സഭയുടെ ചരിത്രത്തിൽ ഒരു ഉറച്ച പ്രതിപക്ഷ നേതാവായിരുന്നുകൊണ്ട് രാഹുൽ ഗാന്ധി ഉയർത്തുന്ന വെല്ലുവിളി, ഇപ്പോൾ തന്നെ വളരെ ഏറെ കാലത്തിന് ശേഷം, ഏതാണ്ട് 10 വർഷത്തിന് ശേഷം നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ പോലും ഒരു പ്രതിപക്ഷ അതിഥിയായി രാഹുൽ ഗാന്ധി എത്തുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിനിധിയായി രാഹുൽ ഗാന്ധി എത്തുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ വളരെ വലിയ പ്രാധാന്യം ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന് ഉണ്ട് എന്ന് തന്നെയാണ്. കാരണം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരുപക്ഷെ ഹരിയാനയിൽ ഉറച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസ് കിണഞ്ഞു പരിശ്രമിക്കും എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഒരു പ്രശ്നം, എല്ലാ പ്രാവശ്യവും പ്രാദേശികമായി നോക്കിയാൽ, സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസ് പാർട്ടി നേരിടുന്ന ഒരു വെല്ലുവിളിയുണ്ട്. ലോക്സഭ തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴേക്കും ഉണ്ടാക്കിയെടുക്കുന്ന സഖ്യങ്ങൾ, തട്ടിക്കൂട്ടിയെടുക്കുന്ന സഖ്യങ്ങൾ അവർക്ക് പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയും അത് ഏതാണ്ട് അതൊക്കെ തന്നെയാണ് സ്ഥിതി. ഉറച്ച തരത്തിലുള്ള ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാനാകുന്ന ഒരു കൊയലേഷൻ, ഒരു സഖ്യം കോൺഗ്രസിന് ഹരിയാനയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കക്ഷികൾ, JJPക്ക് ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഏതാണ്ട് പൂർണ്ണമായും ഔട്ടായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ജനനായക് ജനതാ പാർട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, സ്വതന്ത്രമാരെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ പാർട്ടികൾക്ക് ഏതാണ്ട് പ്രാധാന്യം കൈവരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അവിടെ ഈ JJPയോ INLDയോ ഒക്കെ പിടിക്കുന്ന സീറ്റുകൾ വളരെ നിർണായകമായി മാറിയേക്കാം. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് എടുത്ത് പരിശോധിച്ചാൽ അത് ഈ 5 സീറ്റല്ല ഞാൻ പറയുന്നത്, അവിടെയുള്ള നിയമസഭാ സീറ്റുകളിൽ ഉണ്ടാക്കിയ ഫലം പരിശോധിച്ചാൽ 90 സീറ്റുകളിൽ ഏതാണ്ട് 46 സീറ്റുകളിലും കോൺഗ്രസ് ആയിരുന്നു മുന്നിട്ടെത്തിയത്. 44 സീറ്റുകളിലാണ് BJP വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വളരെ വലിയ ഒരു ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. ഹരിയാന എങ്ങനെയും പിടിക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് കോൺഗ്രസ്. ആടി ഉലഞ്ഞു നിൽക്കുന്ന ഒരു സർക്കാരാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നമ്മുടെ ബഡ്ജറ്റിൽ തന്നെ നമ്മൾ കണ്ടതാണ്. അവിടെ അവർക്ക് പിന്തുണ നൽകിയിട്ടുള്ള ആന്ധ്രാപ്രദേശിനും അതുപോലെ തന്നെ ബീഹാറിനും ഒക്കെ പ്രത്യേക പദവി നൽകിയില്ലെങ്കിൽ കൂടിയും ഏതാണ്ട് വലിയ തരത്തിലുള്ള സാമ്പത്തിക പാക്കേജുകളാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സമ്മർദ്ദത്തിൽ അടിപ്പെട്ട ഒരു BJP ഭരണം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം കേവലമായ ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാൻ BJPക്ക് കഴിയാതിരുന്നത് കൊണ്ട് തന്നെ മറ്റുള്ള സഖ്യകക്ഷികളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലാണ് BJP. അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഇവിടെ കൂടി തിരിച്ചടികൾ ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തു നിന്ന് കിട്ടുന്നത്, നിയമസഭയായാലും ലോകസഭയായാലും ഉണ്ടാകുന്ന തിരിച്ചടികൾ കോൺഗ്രസ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് കോൺഗ്രസ് പാർട്ടിക്ക് മെച്ചമുണ്ടാവുകയാണെങ്കിൽ അവരുടെ ശക്തി കൂട്ടിക്കൊണ്ടുവരുന്നതിനും BJPക്ക് തിരിച്ചടി ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ രാജ്യത്തൊട്ടകാകെ അവർ ഉയർത്തുന്ന അധികാരത്തിന്റെ ആ ശ്രേണി നിരക്ക് വിള്ളൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്തായാലും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ പ്രശ്നങ്ങൾ നമ്മൾ വളരെ ഭംഗിയായി പരിശോധിച്ചാൽ അവയൊക്കെ BJPയുടെ ഏതാണ്ട് ആ പ്രതിപക്ഷം ഉയർത്തുന്ന വെല്ലുവിളികൾ BJPക്കെതിരെ ശക്തമായി ഇപ്പോഴും നിലകൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഖ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടത്ര ഭംഗിയായി കഴിയുന്നില്ല എന്നുള്ളതാണ്. മുഖമിനുക്കി മുന്നോട്ട് പോകുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാവുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സീറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ 29 സീറ്റുകൾ അവർ നേടിയെടുത്തപ്പോൾ അതിൽ നിന്ന് ആ സീറ്റിൽ നിന്ന് നില മെച്ചപ്പെടുത്താൻ കോൺഗ്രസിനാവുമെന്ന് എന്തായാലും കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മുമ്പ് ലഭിച്ച 40 സീറ്റുകളിൽ ഒരു സീറ്റെങ്കിലും നഷ്ടപ്പെട്ടാൽ BJPയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നാണക്കേടായി തീരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ BJPയും കോൺഗ്രസും ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയവും പരാജയവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നേരിട്ടുള്ള ഒരു ഫൈറ്റിന് ഒരുങ്ങുകയാണ്. ഈ നേരിട്ടുള്ള ഫൈറ്റിൽ ആര് വിജയിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്നത്. എന്തായാലും നമുക്ക് അധിക നാളുകളില്ല. ഒക്ടോബർ 1 തിരഞ്ഞെടുപ്പ് നടത്തുകയാണ്. നമുക്കറിയാം സെപ്റ്റംബർ 18-നും 25-നും ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതോടൊപ്പം അതിനുശേഷം ഒക്ടോബർ 1 ജമ്മു കാശ്മീരിലെ 3ാം ഘട്ടവും അതുപോലെ തന്നെ ഹരിയാനയിലെ 1ാം ഘട്ടം, ഹരിയാനയിൽ ഒറ്റഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒക്ടോബർ 4 വിധി പുറത്തു വരും. ആ വിധി എന്തു തന്നെയായാലും
ഒരുപക്ഷെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അതിന് സ്വാധീനമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കോൺഗ്രസ് വിജയിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കിരീടത്തിൽ ഒരു പൊൻതൂവലായി അത് മാറുകയും അവരുടെ ശക്തി വർദ്ധിക്കുകയും ചെയ്യും. മറിച്ച് BJP ആണ് വിജയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കൂടെ നിൽക്കുന്ന അണികളെ ആത്മവിശ്വാസത്തിലെടുക്കുവാനും സഖ്യകക്ഷികളെ നിരന്തരം കൂടെ നിർത്തുന്നതിനും കൂടുതൽ അധികാരത്തിന്റെ പ്രകടനം കാഴ്ചവെക്കുന്നതിനും ഒക്കെ BJPക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കൊണ്ടും കൊടുത്തും മുന്നേറുന്ന ഈ രണ്ട് രാഷ്ട്രീയ കോൺഗ്രസിനെയും BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വീറും വാശിയും അടങ്ങുന്ന ഒരു തെരഞ്ഞെടുപ്പാവും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഒക്ടോബർ 4 വരെ നമുക്ക് കാത്തിരിക്കാം.